ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വെസ്റ്റ് ബംഗാളിലുള്ള ഏതോ ഒരു ചായപ്പീടിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴാണ് എന്റെ മുമ്പ് ഏതോ ഒരു ചെറുക്കെ ഒരു ചത്ത പാമ്പിനേറ്റ് വന്നിട്ട് ഞാൻ വിചാരിച്ച ചെറുക്കത്തെ പാമ്പാന്ന്. പിന്നെ മനസ്സിലായത് കളിക്കുന്ന പാമ്പാന്ന്. അപ്പൊ തന്നെ ഞാൻ ഒരു ഉമ്മാണ് കൊടുത്തു, പാമ്പേ അങ്ങനെ രാത്രി ആയപ്പോൾ ഇവിടെ എന്തോ പരിപാടി എടുക്കണ്ടിട്ടാ. ഏതോ ഒരു വലിയ ഉസ്താവ് വരുമ്പോണ്ട് ഓരോരുത്തർ കുപ്പിയും തേനും പാട്ടിയും വെളിച്ചെണ്ണൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണ്ട. അയാൾ അയക്കൊക്കെ ഊതുണ്ട്. ഇവിടുത്തെ ഏതോ ഉസ്താവ് തങ്ങളെന്തോ ആണ് കേട്ടോ. ആൾക്കാർക്കൊക്കെ എന്തൊരു ബഹുമാനടാ. എല്ലാരും കണ്ട ഇങ്ങനെ തീക്കി തിരക്കി നിക്കണ്ടില്ലേ. പിറ്റേ ദിവസമായപ്പോഴേ ഞാൻ ഇവിടുത്തെ ചെറിയ മക്കളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഗ്രൗണ്ടിലേക്ക് പോയിട്ടാ. ഇവിടുത്തെ കുട്ടികളൊന്നും നമ്മളെ മാറ്റത്തമാതിരി സ്കൂൾക്കൊന്നും പോയില്ലട്ടോ. അതുകൊണ്ട് തന്നെ ഇവരോട് പറയും രാത്രി ക്ലാസ്സിന് ഫുള്ള് ഇരുന്നുണ്ടെങ്കിൽ ബിരിയാണി കിട്ടുന്ന അറിയാം. അതുകൊണ്ടാണ് ഇത്ര കുട്ടികൾ. അല്ലെങ്കിൽ ആരും വരൂലോ ബിരിയാണി എന്നാൻ വേണ്ടി എല്ലാവരും വരുന്നത്. അല്ലെങ്കിൽ ഒരു പഠിച്ചാൽ മതിയല്ലോ അല്ലേ. അതും കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ ചെറിയ പിടുങ്ങാളപ്പം ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് ഇവിടെയൊക്കെ ഗോൾ അടിക്കാൻ എന്ത് സുഖം എന്നറിയാം. ഒന്നാണ് കാല് തട്ടിയാണ്ടൊക്കെ ഗോളാവും. എന്നിട്ട് ഞാൻ റൊണാൾഡോന്റെ സൂയൊക്കെ ഇട്ടിട്ട് ഒരു പറയുന്നുണ്ട് കേരളക്കാർ മോനെ അടിപൊളി ഫുട്ബോളെന്നൊക്കെ എടുക്കിട്ട് പൊലിവാടാ. അങ്ങനെ രാത്രി ആയപ്പോഴേ ഞാനും എന്റെ ചെങ്ങായും കൂടി ഇവിടെ ജിന്നിനെയും പ്രേതത്തിനൊക്കെ കണ്ടാണ്ട് പടിഞ്ഞ് മരിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ. അങ്ങോട്ട് പോകട്ടെ. ഞാൻ അഥവാ ജിന്നൊക്കെ കണ്ടാലഞ്ഞ് ഏതേ പെണ്ണ് ജിന്നൊക്കെ ആണെങ്കിൽ പ്രൊപ്പോസ് ചെയ്യാലോ. എന്തായാലും ഇവിടെ ജിന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാട്ടെ. കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് ആള് മരിച്ചത് ഇവിടെ ലാസ്റ്റ് വന്ന പ്രേതത്തിന്റെ കാല് ആടിന്റെ കാലും തല സീബ്രന്റെ തലയാണല്ലോ. അപ്പൊ ഏതെങ്കിലുമൊക്കെ വെറൈറ്റി കണ്ടാൽ മതി. നിങ്ങൾ തോർക്കിട്ടെ, ഞാൻ കണ്ടുവരാം. ചാറ്റാ.